Blasters! Blasters! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്ക് വേണ്ടിയിട്ട് വന്നതാണ് കണ്ണീരവ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകളുണ്ടോ. Walk with Ajmal. Yes. Yeah, back to life. And Kerala Blasters. And Manjappada. And the Yellow Army. Everybody's here. Let's go. Yeah. ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് നമ്മൾ നിക്കോള ഇവിടെ ഉണ്ട്. നമ്മുടെ മഞ്ഞപ്പടയുടെ കളിയാണ്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ് അവിടെ വന്നിട്ട് നമ്മൾ മഞ്ഞപ്പടയുടെ കൂടെ. I'm here with my man, Walk with Ajmal. Thank you so much, brother. Back to life. Walk with Ajmal. Yes. Let's do it. Nice to meet you, brother. Nice to meet you so much. Thank you. നമ്മളെ മാർച്ച് ഇവിടെ തുടങ്ങാണ്, മഞ്ഞപ്പടയുടെ മാർച്ച്. നമ്മൾ സ്റ്റേഡിയത്തിന് ഫുള്ള് വലം വെച്ചിട്ടുള്ള മാർച്ച് നമുക്ക് ബാക്കിൽ കാണാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമുക്ക് ബാക്കിൽ കാണാൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശിങ്കാരിമേളോ എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. പ്രകടനം തുടങ്ങിയിട്ട് നമ്മൾ മാർച്ച് ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ റോഡ് സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കാണാൻ ഭയങ്കര ആഘോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു ആഘോഷം പോലെ തന്നെയാണ് ഈ ISL ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് വരുമ്പോൾ കാണാൻ. നമുക്ക് ബാക്കിൽ കാഴ്ചകൾ ഇവിടെ ഫുള്ള് യെല്ലോ കളർ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാൻ നമുക്ക് ഇവിടെ ഭയങ്കര ആഘോഷം, ഒരു രക്ഷയില്ല, സൂപ്പർ.
ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കട്ട ഫാന് കൂടിയിട്ടുണ്ട്. എവിടെ വരുന്നത്? പയ്യന്നൂരിന്. ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ ഓക്കെ. പോലീസ് പിടിക്കില്ലേ? അപ്പോൾ നമ്മൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് നമ്മൾ മഞ്ഞപ്പടൻ്റെ മാർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ. ആ സ്റ്റേഡിയത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ കാത്തിരിക്കാം. ശരിക്കും ഒരു ആവേശം തന്നെ, നമ്മൾ ഒരുപാട് കാലത്ത് നമ്മളെ ഒരു ആവേശം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപാട് നാളായി ഞങ്ങൾ ഈ ദിവസത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഹലോ, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഗാലറിയിലാണ്, നോർത്ത് അപ്പർ സ്റ്റാൻഡിലാണുള്ളത്. അപ്പോൾ കളിക്കാരൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഇവിടെ കാണികളൊക്കെ ഏകദേശം എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇവിടെ മഞ്ഞപ്പടയുടെ ടിഫോക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കിൽ കളി തുടങ്ങാനാവുന്നേ ഉള്ളൂ സമയം. ഞങ്ങൾ നേരത്തെ കിട്ടും ഇതിനുള്ളിൽ കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഏകദേശം കാണികളൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം ഈ സ്റ്റാൻഡ് ഫുള്ളായി വരുന്നേ ഉള്ളൂ. അവിടെ വെസ്റ്റ് ബ്ലോക്ക്, അതായത് ബാംഗ്ലൂർ എഫ്സിൻ്റെ സ്റ്റാൻഡ് കാണാം. കളി തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ ഗാലറിയിൽ ഇപ്പോൾ തന്നെ ആവേശം തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ബാക്കിൽ ചാന്ത് വിളിച്ച് തുടങ്ങിയിട്ട് മഞ്ഞപ്പട കാണികൾ. അപ്പോൾ ഏകദേശം ഏതാനും മണിക്കൂർ, അതായത് 1 hour കൂടെ ഉള്ളൂ കളി തുടങ്ങാൻ. അപ്പോൾ കളി തുടങ്ങാനാവുമ്പോഴേക്കും ഇവിടെ ആളുകളൊക്കെ ഏകദേശം ഫില്ലായി വരും. ഇപ്പോൾ തന്നെ ഏകദേശം ഈ സ്റ്റാൻഡ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം.
അടിവാറാണ്. KBF, KBFC, 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 KBF. Walk with Ajmal. Yes. Yeah, back to life. And Kerala Blasters. And Manjappada. And the Yellow Army. Everybody's here. Let's go. Yeah. So നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഇപ്പോൾ ഞാൻ
ഏകദേശം അണപൊട്ടി ഒഴുകുകയാണ്. എല്ലാവരും സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇനി ഒരു നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഇവിടുത്തെ കളി തുടങ്ങി നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. അപ്പോൾ നമ്മുടെ കളിയുടെ ഒന്നാമത്തെ പകുതി ഇവിടെ അവസാനിച്ചാണ്. ഈ രണ്ട് ടീമും ഗോളൊന്നും അടിക്കാതെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ കളി? ഫസ്റ്റ് ഹാഫിലെ കളി എന്ന് വെച്ചാൽ നമ്മൾ പോയില്ലായിരുന്നു. എല്ലാ പാസും നമ്മുടെ കളി തന്നെ ബോൾ കൺട്രോളൊക്കെ നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ ഇവിടെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ആഘോഷം തന്നെ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഇനി എന്തായാലും സെക്കൻഡ് ഹാഫിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. മിസ്റ്റേക്ക് ഓഫ് ആദ്യ പക്ഷേ കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും കുറേ ഇമ്പ്രൂവ് ചെയ്യാണ്ട് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്രാവശ്യം മാറ്റങ്ങളൊന്നുമില്ല. ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഇത് റഫറിങ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ നമ്മൾ കളി കഴിഞ്ഞ് ഇറങ്ങി ഡിസപ്പോയിൻറ്റഡാണ്. റിസൾട്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം ജയിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.